മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ സാറ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് മലയാള മനോരമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ മറ്റു മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കണ്ടത്, എന്തൊക്കെ തരത്തിലാണ് പറയാം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ സാറ്. എങ്ങനെയാണ് മറ്റു മാധ്യമങ്ങൾ ഈ ഒരു വാർത്തയുമായി സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ എങ്ങനെയായിരുന്നു? മറ്റു മാധ്യമങ്ങളെല്ലാം തന്നെ ഈ റിപ്പോർട്ടർ TV എന്തോ വലിയ കുഴപ്പം ചെയ്തിരിക്കുന്നു, അവർ കോടികൾ തട്ടിയെടുത്തിരിക്കുന്നു എന്ന നിലപാടാണ് മഹാഭൂരിപക്ഷം മാധ്യമങ്ങളും സ്വീകരിച്ചിട്ടുള്ളത്. എക്സെപ്റ്റ് ഇപ്പോൾ ഒരു കൈരളിയോ അല്ലെങ്കിൽ ന്യൂസ് മലയാളമോ ഒന്നും അങ്ങനെ സ്വീകരിച്ചു കണ്ടില്ല. ബാക്കിയുള്ള എല്ലാ മാധ്യമങ്ങളും ഇതാണ് സ്വീകരിച്ചത്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേത പറഞ്ഞ പോലെ മനോരമ വാർത്ത വായിച്ചിട്ട് ഇത് ആരുടെ പണം ആര് തട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല. മനസ്സിലായ? ഞാൻ വിചാരിച്ചു ഇനി വല്ല മനോരമക്കാർ വല്ല രഹസ്യമായിട്ട് വല്ല കാശും കൊടുത്തിട്ടുണ്ടാ, ഇനി അത് പോയതിന്റെ ദുഃഖമാണോ എന്നൊക്കെ ഉള്ളതൊക്കെ ആലോചിച്ചു. പക്ഷെ അതൊന്നും ആകാനുള്ള ഒരു സാധ്യതയില്ല. പിന്നെ ഞാനിത് എങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് ഒരു ന്യായീകരണം ഒരാളിൽ നിന്ന് കിട്ടിയത്. അത് നമ്മുടെ പ്രിയ സുഹൃത്ത് മറുനാടൻ ഷാജന്റെ കയ്യിൽ നിന്നാണ് ന്യായീകരണം കിട്ടിയത്. ഷാജന്റെ കയ്യിൽ നിന്ന് ന്യായീകരണം കിട്ടിയത് മറ്റേ പഴയ റൺ ബേബി റണ്ണില് നമ്മുടെ ബിജു മേനോൻ പറയണ്ടല്ലോ, നമുക്ക് ഉറപ്പില്ലാത്ത വാർത്തകൾക്ക് നമ്മൾ ഉണ്ടത്രേ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. മനസ്സിലായേ? ഇങ്ങനെ പറയുന്നുണ്ടത്രേ, ഇങ്ങനെ ആരോപണം ഉണ്ടത്രേ 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 എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ അതേപോലെ ഒരു ഉണ്ടത്രേ വാർത്തയാണ് ഷാജന്റേത്. മനസ്സിലായേ? അപ്പൊ ഷാജൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് വെറും ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയാണെന്നാണ്. ആൻഡ്രോയിഡ്, അതായത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ RBC എന്ന് പറയുന്നത് ഈ ചടങ്ങ് നടത്താനുള്ള ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനി മാത്രമായിരുന്നു. അപ്പൊ അവര് നിരവധി കോടികൾ മറ്റുള്ള പലരുടെ കയ്യിൽ നിന്നും ഈ ഈവന്റിന്റെ പേര് പറഞ്ഞ് പണം പിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകാം. ഉണ്ടത്രേ. മനസ്സിലായില്ല? ശ്രമിച്ചിട്ടുണ്ടാകാം. ഏത്? ഈ ഷൈലോക്ക് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ മമ്മൂട്ടി പറയുന്നുണ്ട്, അതായത് ഈ വില്ലനായിട്ടുള്ള ഷാജോണിന്റെ മകനെ മമ്മൂട്ടി തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതായത് നിന്റെ മകൻ ചിലപ്പോ ഇങ്ങനെ ഒരു മറ്റേ ലക്നൌവിലോ അവിടെ ഒരു പ്രദേശത്ത് ഉണ്ടാകാം. ചിലപ്പോ അവനിപ്പോ ആളുകൾ മറ്റേ തല കീഴായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നുണ്ടാവാം. ഏറ്റവും ഒടുവിൽ അവന്റെ ബോഡിയിലൂടെ ഒരാൾ കാർ ഓടിച്ച് കയറ്റുന്നുണ്ടാവാം. അങ്ങനെ അവൻ ചോര ചതിച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നൊക്കെ പറയുന്നത്. എല്ലാം ഉണ്ടാകാം. അപ്പൊ അതൊക്കെ പക്ഷെ സത്യമായിട്ട് പുള്ളി ചെയ്തിട്ടോ എന്ന് പറയുന്നതായിട്ടാണ് സിനിമയിലുള്ളത്. അപ്പൊ ഇതുപോലെ ഷാജൻ പറയുന്നത് അങ്ങനെ ഉണ്ടാകാം എന്നാണ്. കാരണം ഷാജൻ പറയുന്നത് എവിടെയാണ് പണം പോയത്, ആർക്കാണ് പണം പോയത് എന്ന് പറയുന്ന ന്യായീകരണവുമായി കുറെ അന്തം കമ്മി ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന് എവിടെയാണ് പണം പോയതെന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞ് എവിടെയാണ് പണം പോയത്, ആരുടെയാണ് പണം പോയത് ഷാജൻ പറയുന്നില്ല. ഷാജൻ പറയുന്നത് ഉണ്ടാകാം എന്നാണ്. അതായത് ഇങ്ങനെ ഇവർ നിരവധി പേരിൽ നിന്ന് പിരിച്ചിട്ടുണ്ടാകാം. എന്നിട്ട് ഷാജൻ പറയുന്നത് അടുത്ത വാചകം കിട്ടിയ പൊട്ടിച്ചിരിച്ചു. ശരിക്കും ഷാജനിലൊരു ഹാസ്യ താരം കൂടി ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതെന്നാണ്. അതുകൊണ്ട് എന്റെ സുഹൃത്തിന് അഭിനന്ദനങ്ങൾ. ഇപ്പൊ അങ്ങനെ വിളിച്ച് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഷാജനെ വിളിച്ച് സംസാരിക്കാൻ എനിക്ക് കൊതി തോന്നിപ്പോയാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാജൻ പറയുന്നത് എന്നിട്ട് ഈ ലാഭമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും പണം ഗവൺമെന്റ് കിട്ടും, അതുമില്ല, മുഴുവൻ അവരെടുത്തിട്ടു. അതായത് ഇല്ലാത്ത ലാഭം ഒന്നാമത്തെ കാര്യം ഇവരൊരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനി മാത്രമാകണം, ഇവര് ടിക്കറ്റ് വിറ്റിട്ടുണ്ടാവണം, ഇവര് മറ്റുള്ള ആളുകളിൽ നിന്ന് പണം പിരിച്ചിട്ടുണ്ടാവണം. അങ്ങനെ പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളൊരു പരാതിയുമായിട്ട് വന്നാൽ അത് ചർച്ച ചെയ്യാനേ മാധ്യമങ്ങൾക്ക് പറ്റുള്ളൂ. അല്ലാതെ ഒരു പരാതി ഇല്ലാത്തടത്ത് എങ്ങനെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യും? മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഉണ്ടാകാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നിട്ട് ഏറ്റവും വലിയ തട്ടിപ്പ് എന്താന്ന് കണ്ടെത്തിയേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണം, അതായത് ഇതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കിയതിന് ശേഷമുള്ള പണം 1 രൂപ പോലും ഗവൺമെന്റിനും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഷാജനോട് പറയാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ ഷാജൻ എത്ര കാശ് വേണമെങ്കിലും നമ്മൾ എന്താണ് ജനങ്ങൾ പിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. കാരണം വെച്ചാൽ ആ വീഡിയോയുടെ ലാസ്റ്റ് മറ്റേ ഇതും കൂടി എടുത്ത് ചേർക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഒരു പഞ്ചാബി ഹൗസിലെ ഒരു രംഗമുണ്ട്. നീ എനിക്ക് 3 ലക്ഷം രൂപ തരാണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. 3 ലക്ഷം രൂപ തരാണ്ട്. അപ്പൊ ആദ്യം ഇപ്പൊ കടലിൽ മീൻ പിടിക്കാൻ പോയ ബോട്ട് ആദ്യം വരാൻ പോണ എന്റെയാണ്. വന്നിട്ടില്ല കേട്ടോ, ബോട്ടിൽ വന്നിട്ടില്ല. ആദ്യം വരാൻ പോണ എന്റെയാണ്. വരുമ്പോ 2 ലക്ഷം രൂപ കിട്ടും. 2 ലക്ഷം രൂപ കിട്ടും.
അപ്പൊ അടുത്തത് വീണ്ടും നാളെ കടലിൽ ബോട്ട് പോകും. അപ്പൊ വീണ്ടും അത് ആദ്യം തന്നെ ബോട്ടിന് വലിയ വരുവാൻ ഒഴുകി 2 ലക്ഷം, അപ്പൊ 4 ലക്ഷം രൂപ. അപ്പൊ ഈ 2 ലക്ഷം 4 ലക്ഷം രൂപ ഞാൻ അങ്ങോട്ട് കയ്യിലേക്ക് ഏൽപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് തരാനുള്ളത് എത്രയും? നിങ്ങൾക്ക് തരാനുള്ളത് 3,4 ലക്ഷം രൂപ. അപ്പൊ ബാക്കി അപ്പൊ അല്ല, അത് തരാ ജനാർദ്ദനാണ് പാവം മണ്ടനായിട്ട് അഭിനയിക്കണേയുള്ള തരാന്ന് പറയുമ്പോ അല്ല, അപ്പൊ എന്റെ പടത്തിനൊരു വിലയില്ലേ എന്ന് കേട്ടു. ഇത് ഷാജ സീരിയസ് ആയിട്ട് പറയാനൂടെ വീഡിയോയിൽ ഉണ്ടാകാം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എനിക്ക് ആന്റോനെ ന്യായീകരിക്കുകയോ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എന്റെ ചോദ്യം എന്ന് പറയുന്നത് എവിടെ പണം തട്ടിയത്? ഈ പറയുന്ന മാധ്യമങ്ങൾക്കും ഇപ്പൊ ഈ നമ്മുടെ തമാശക്കാരൻ റോബിൻ ഉണ്ടല്ലോ, റോബിനും ഇപ്പൊ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അക്കൗണ്ട് വഴി തന്നത് 42,43,832 രൂപ. ഞാൻ തിരിച്ചു കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 43 ലക്ഷത്തി ചില്ലാനും രൂപ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 69,000 രൂപ ഇങ്ങോട്ട് തന്നെ വന്നു. അപ്പൊ പിന്നെ ഇവനെന്തിനാണ് പോയിട്ട് അവരുടെ കാലുപിടിക്കാൻ നിന്ന്? എനിക്ക് മനസ്സിലാവുള്ള. പിന്നെ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? പ്രജിതക്ക് ഞാൻ 50 രൂപ തന്ന പ്രജിത നോക്കാതെ 75 രൂപ അയച്ചു തന്നിട്ട് പിന്നെ 25 രൂപ എത്തിയോ? അപ്പൊ ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളു. 126 കോടി രൂപ ആരുടെ കയ്യിൽ നിന്ന് ആര് തട്ടി? ആ ചോദ്യത്തിന് ഇവർക്ക് ഉത്തരവില്ല. ഇനി അടുത്തത് നമ്മളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് പ്രത്യേകമായിട്ടുള്ള ഏത് പരിപാടികൾക്കും വളരെ ലോജിക്കലി ഷാജനെ കൊണ്ടൊന്നും പറ്റില്ല, മനോരമയെ കൊണ്ടും പറ്റില്ല, പക്ഷെ ലോജിക്കലി കൺവിൻസിങ് ആയിട്ടുള്ള ഉത്തരങ്ങൾ ചമക്കുന്ന ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന മീഡിയ വണ്ണിന്റെ ചർച്ചയിലേക്കാണ് നിങ്ങളുടെ ഇരുട്ടുമുറിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ക്യാമറ അങ്ങോട്ട് പോട്ടെ, മറ്റേ ലോങ് ഷോട്ട് ആദ്യം, പിന്നെ ക്ലോസപ്പ് ഷോട്ടിലേക്ക് വരട്ടെ. ക്ലോസപ്പ് ഷോട്ടിലേക്ക് വരുമ്പോൾ അജിംസ് ഒക്കെ ഇരിക്കുന്നത്. അജിംസ് പിന്നെ കുറച്ചുകൂടി ബുദ്ധിപരമായിട്ടാണ് പറയുന്നത്. ഈ പണം അങ്ങേര് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ പിന്നിൽ ദുരൂഹതയുണ്ട്. ഈ പണം എവിടെ നിന്ന് കിട്ടി അതൊക്കെ ചോദിക്കാം, അത് കുഴപ്പമില്ല. പണം എവിടെ നിന്ന് കിട്ടി, അതിന്റെ സോഴ്സ് എന്താണ്, അത് എവിടെ നിന്നാണ് ഇത്രയും പണമുള്ളത്? അദ്ദേഹത്തിന്റെ കമ്പനികൾക്കാർക്കും വലിയ ലാഭമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പണം എവിടെ നിന്നാണ്, ആ ചോദ്യമൊക്കെ ചോദിക്കാം. പക്ഷെ മറ്റത് വിട്ടുവിട്ടാ ജെയിംസ്, അതായത് ദുരൂഹതയുണ്ട്. ഏത് അത്? പക്ഷെ നിങ്ങൾ അറിയേണ്ടത് മറ്റേ പഹൽഗാം അറ്റാക്കിലും ബാലാക്കോട്ട് ആക്രമണത്തിലും ഇങ്ങനെ ഇന്ത്യക്കെതിരെ നടന്നിട്ടുള്ള 1971 യുദ്ധത്തിൽ എല്ലാത്തിലും, പ്രത്യേകിച്ച് നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള എല്ലാ യുദ്ധത്തിലും ദുരൂഹതയുണ്ട്. ദുരൂഹത. അപ്പൊ ദുരൂഹത ആർക്കും ആരോപിക്കാം. അതുപോലെ ഈ പണത്തിന്റെ സോഴ്സും ഒക്കെ ആലോചിക്കാം. പക്ഷെ എന്റെ പ്രജിത ഇപ്പോഴുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോഴും ഇവർക്ക് അറിയില്ല ഈ 126 കോടി എവിടെ നിന്ന് എപ്പോ ആർക്ക് പോയി. 126 കോടി രൂപ എടുക്കാൻ കെൽപ്പുള്ള ബിസിനസ്സുകാരനായി ആന്റോ അഗസ്റ്റിൻ വളർന്നിട്ടുണ്ട്. എനിക്ക് ആന്റോ അഗസ്റ്റിൻ ഇതിന്റെ ആവശ്യമില്ല. ആന്റോ അഗസ്റ്റിൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. മാംഗോ ഫോണോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളോ ബിസിനസ്സിലെ ബുദ്ധിമുട്ടുകളോ മുട്ടിൽ മരമുറി കേസോ ഒന്നും ഞാൻ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതൊന്നും ന്യായീകരിക്കുന്നില്ല. എന്റെ ആകെയുള്ള ചോദ്യം എന്ന് പറയുന്നത് ഒരൊറ്റ ചോദ്യമുള്ളൂ. നിങ്ങൾക്കൊരാളോട് ഒരു ഇഷ്ടക്കേടുണ്ട്, അനിഷ്ടമുണ്ടെങ്കിൽ ആ അനിഷ്ടം നിങ്ങൾക്ക് മനസ്സിൽ വെക്കാം. ഷാജനൊക്കെ മറ്റേ വീഡിയോയിൽ ഇങ്ങനെ മറ്റേ മാംഗോ മരമുറി ഫോൺ, അതുപോലെ മറ്റേ തട്ടിപ്പ് ലോകം ഇതാണ്. കൂടാതെ ഷാജന്റെ ഏറ്റവും വലിയൊരു സ്വപ്നവും കൂടി ഷാജൻ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ട് ഈ ചിരി വന്നു പോയി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഷാജനോട് വളരെ സ്നേഹം തോന്നി. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കഥ ഷാജൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ ബുദ്ധിമുട്ടി എന്നുള്ളത്. മനസ്സിലായി? രാത്രി 3 അടിച്ചിട്ടിരുന്നിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും കഥ ഉണ്ടാക്കുന്നതായിരിക്കും. ഷാജൻ പറയണേ ശരിക്കും പറഞ്ഞാൽ ഇത്തവണ ഇനി രക്ഷയില്ല. ED വന്നു കഴിഞ്ഞു, മറ്റേ ഇൻകം ടാക്സ് വന്നു കഴിഞ്ഞു, CBI വന്നു കഴിഞ്ഞു, എല്ലാവരും വന്നു കഴിഞ്ഞു. പിന്നെ ശരിക്കും പറഞ്ഞാൽ മറ്റേ അമേരിക്ക ഏജൻസി ഫെഡറൽ ബ്യൂറോ ഓഫ് FBI വന്നു കഴിഞ്ഞു. അങ്ങനെ എല്ലാ ഏജൻസികളും വന്നു. ഇത്തവണ പൂട്ടിയത് തന്നെ ലാസ്റ്റ് അതൊക്കെ കേൾക്കണോട്ടാ. അതാണ് ഏറ്റവും ക്ലൈമാക്സ്. ലാസ്റ്റ് അരുൺകുമാറും കൂടി ബിഗ് TVയിലേക്ക് പോകും. അങ്ങനെ ഇത് പൂട്ടുമെന്നാണ്. എന്തൊക്കെയാണ് ഈ നാട്ടിൽ എന്ത് ചെയ്യുന്നത്? അതിലും ഭേദം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വന്ന് ആന്റോ എന്ത് ചെയ്യും, തൂങ്ങി മരിക്കും എന്നുള്ളതൊക്കെയാണ് ഇവര് പറയുന്നത്. ഞാൻ പറയണത് നമുക്കിപ്പോ ശരിയാണ്, അദ്ദേഹം ചെയ്തിട്ടുള്ള നേരത്തെയുള്ള കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിനെയൊക്കെ വിമർശിക്കാം. പക്ഷെ ഈ കാര്യത്തിൽ എന്റെ ചോദ്യം ഇപ്പോഴും വളരെ പ്രസക്തമാണ്. ആരുടെ പണം ആരെന്ത് ചെയ്തു? ഷാജന്റെ പണം പോയോ? മനോരമയുടെ പണം പോയോ? വേണ്ട, പരിചയമുള്ള ആരെങ്കിലും ഇവരോട് ഒരു വോയിസ് ക്ലിപ്പിലൂടെയെങ്കിലും പറഞ്ഞോ ഞങ്ങളുടെ പണം പോയി. ടിക്കറ്റ് വിൽപ്പന നടത്തി എന്ത് ചെയ്തു? ആളുകളുടെ പണം അടിച്ചു മാറ്റിയോ? പിന്നെ സ്റ്റേഡിയം പണിയാൻ വേണ്ടിയിട്ട് ഇവർക്ക് അനുമതി കൊടുത്തു, അതിൽ ചട്ടലംഘനമുണ്ട്, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ചട്ടലംഘനമുണ്ട്, അതൊക്കെ ആരോപിക്കുക, അതിനൊന്നും തെറ്റില്ല. പക്ഷെ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഒരാൾ തട്ടിപ്പ് നടത്തി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അയാൾ ആരുടെയെങ്കിലും പണം തട്ടിയിട്ടുണ്ടാവണം.
തട്ടിയിട്ടുണ്ട്. അത് ആരുടെ പണം? ശരിക്കും പറഞ്ഞാൽ ഇവരുടെ എല്ലാ കഥയും കേട്ട് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ശരിക്കും ആൻഡോ ഒരു കൊടും ഭീകരനാണ്, ആൻഡോ അഗസ്റ്റിൻ. കാരണം ആൻഡോയുടെ പണം തന്നെ തട്ടിയെടുത്തു. ഏത് പ്രജിതക്ക് കിട്ടിയ ശമ്പളം തന്നെ പ്രജിത തട്ടിയെടുത്ത് എന്ന് പറയുന്നത് വലിയ തെറ്റല്ലേ ഇപ്പൊ? ശരിക്കും പറഞ്ഞാൽ ഇനി ആൻഡോ ഒറ്റ കാര്യമേ എൻ്റെ ഉള്ളൂ. ആൻഡോ സ്വന്തം വീടിന്റെ കണ്ണാടി നോക്കിയിട്ട് ഞാൻ തന്നെ എന്നെ പറ്റിച്ചെല്ലടാന്ന് പറഞ്ഞ് ഒരു ഇടി കണ്ണാടിക്കിട്ട് കൊടുത്തിട്ട് മിററിനിട്ട് കൊടുത്ത് അതിൽ നിന്നുള്ള എന്ത് ചെയ്യണം, മറ്റേ പീസ് എടുത്ത് സ്വന്തം നെഞ്ചത്ത് കുത്തണമെന്നായിരിക്കും ഒരു ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലാവുള്ള. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യട്ടെ? പിന്നെ അതിനിടയ്ക്ക് കൂടി ഷാജൻ പറയുന്നുണ്ട്, വളരെ എല്ലാ ബന്ധവും വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഖേദത്തോടുകൂടി പറയുകയാണ്, ഗോകുലം ഗോപാലൻ ചേട്ടൻ ഇവരെയൊക്കെ എന്തിനു ചുമക്കുന്നു എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ചീത്തപ്പേരെ വെറുതെ അദ്ദേഹം വാങ്ങിച്ചു കൂട്ടുകയാണ് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. പിന്നെ മെസ്സിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു, 126 കോടി രൂപ അവർ കൈമാറി, അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു. പിന്നെ നമ്മുടെ കേരളത്തിൽ അത് ട്രോൾ ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. പകരം ആരെങ്കിലും ഒരു എഫേർട്ട് ഇട്ട് മെസ്സിയെ കൊണ്ടുവരാൻ 126 കോടി രൂപ മുടക്കിയല്ലോ, അത്രയെങ്കിലും അവർ ചെയ്തല്ലോ എന്ന് ആരും വിചാരിക്കില്ല കേരളത്തിൽ. പ്രത്യേകിച്ചും അങ്ങനെ വിചാരിക്കാൻ നമ്മൾ മനോരമയോ പത്രങ്ങളോ ഒക്കെ ഉള്ളപ്പോൾ ആരും സമ്മതിക്കില്ല. കാരണം മനോരമ എതിരാണ്, മാതൃഭൂമി എതിരാണ്. അതുപോലെ കാരണം മാതൃഭൂമി അവിടെ വയനാട്ടിൽ ഇതുപോലെ മരം മുറിച്ചിട്ടൊക്കെ പറഞ്ഞ് റിപ്പോർട്ടർ വാർത്ത കൊടുത്തുകൊണ്ട് ഉറപ്പായിട്ട് മാതൃഭൂമി എതിരാണ്. അപ്പൊ മനോരമയും മാതൃഭൂമി എതിരാകുമ്പോൾ തന്നെ ഒരാളുടെ ജീവിതം തീർന്ന് മനസ്സിലായി. അവൻ വല്ല കുണ്ടിലും പോയി വിളിച്ചാൽ മതി. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊക്കെ എതിരെ തന്നെയാണെങ്കിൽ നമ്മൾ പിന്നെ ഇരുന്നിട്ട് മണ്ണിട്ട് മൂടിയാൽ മതി, അല്ല വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം എന്ന് വെച്ചാൽ മനോരമ മാതൃഭൂമി എഴുതിയ നമ്മുടെ കൊച്ചുങ്ങളും ഭാര്യയും അല്ലെങ്കിൽ വീട്ടുകാരും അമ്മ ഒഴികെ ബാക്കി എല്ലാവരും വിശ്വസിക്കും ഇവൻ എന്തായിരിക്കും. അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. മനസ്സിലായി? അല്ലാതെ വാർത്ത നമ്മൾ കേട്ടാൽ മതി. അല്ലാതെ പ്രത്യേകിച്ച് നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും കുറിച്ചുള്ള വാർത്തയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുള്ളൂ. അപ്പോഴും ചിലപ്പോൾ നാട്ടുകാരൊന്നും ഇത് ഓർത്ത് നോക്കൂല നമ്മളെ, പക്ഷെ നമ്മുടെ ബന്ധത്തിലുള്ള ആളുകളിലേക്ക് മുഴുവൻ നമ്മൾ ഈ വാർത്ത സർക്കുലേറ്റ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള ഉണ്ടമ്പൊരി ഉണ്ടത്രേ വാർത്തകൾ കഴിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, വിശപ്പടക്കുകയാണ്. ഇനി ഇതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുന്ന ഞാൻ മറ്റേ CPM അനുകൂല ആൻഡോ അനുകൂലിയാണെന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുന്ന ആളുകളോട് എൻ്റെ ചോദ്യം വളരെ, അതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്തു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നെ ചീത്ത വിളിക്കൂ, തെറി വിളിക്കൂ, അതിനൊക്കെയുള്ള എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. ഐ ആം ഹാർട്ടി വെൽക്കം. എനിക്ക് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരുടെയും സ്നേഹമാണുള്ളത്, അതിലൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ചോദ്യം ഇപ്പോഴും ലളിതമാണ്. ആരെങ്കിലും ഒരാൾ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരു മാധ്യമങ്ങളെ ഒന്ന് പറഞ്ഞതാ ഇതിലെന്താണ് തട്ടിപ്പ്? അതാണ് എൻ്റെ റിക്വസ്റ്റ്. ഞാൻ ഈ അദാനി മറ്റേ ഇവരെ തട്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അദാനി എങ്ങനെയാണ് ഇത് നടത്തിയത് എന്നുള്ളതിൻ്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷൻ എന്ത് ചെയ്താണ് ഇതാണ്. പക്ഷെ ഇത് ഒരു ലോജിക്കുമില്ലാത്ത വാർത്തകൾ അടിച്ചുവിടാവുന്ന ഒരു സ്ഥലമായി ഈ കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് സങ്കടമുണ്ട്. ഞാൻ പറയണത് ഇവർക്കെതിരെ ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ആർക്ക് ഗുണം ചെയ്യുമെന്ന് വെച്ചാൽ റിപ്പോർട്ടർ ടിവിക്ക് ആരോഗ്യം ഗുണം ചെയ്യും. കാരണം വെച്ചാൽ ഇത് എന്തെങ്കിലും പൊളിയും, മനസ്സിലായി? അപ്പൊ അതിന് പകരം ഇത് എന്ത് ചെയ്യുക, അരവിന്ദ് കെജ്രിവാളിനെതിരെ BJP നടത്തിയ പോലെയുള്ള ഒരു അറ്റാക്ക് ഇവര് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അറ്റാക്കിൽ ഞാൻ ചെന്ന് പുലിവാല് പിടിക്കുകയാണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. ഞാൻ വെറുതെ നിൽക്കണ ഒരു പുലിയുടെ ബാക്കിൽ കയറി പിടിക്കണേ, ഞാനിത് കാണാത്ത പോലെ അഭിനയിച്ചു പോയാൽ മതി. പക്ഷെ നമ്മളൊക്കെ ഈ പണിയെടുക്കുമ്പോൾ അത് കുറച്ചുകൂടി ഭംഗിയായിട്ട് എടുക്കണമെന്നുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ഇനി അതിൽ വീണ് മരിച്ചാലും, മനസ്സിലായേ? വലിയ കവിതകളൊക്കെ ഉണ്ട്. അതായത് ഈ നിന്നോടുള്ള പ്രണയത്തിൽ നിന്റെ വാൾമുനയിൽ വീണ് മരിക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറയുന്ന സത്യാനന്ദ മാഷിന്റെയും ഇംഗ്ലീഷിലും ഒക്കെയുള്ള വലിയ കവിതകളുണ്ട്. അപ്പൊ ആ കവിതകളൊന്നും ഞാനിവിടെ ഉദ്ധരിക്കുന്നില്ല. അതുപോലെ ഈ പ്രൊഫഷൻ കൊണ്ട് ഇനി വീണ് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര വലിയ റിസ്ക് എടുക്കുന്നത്. പക്ഷെ എനിക്ക് ആകെ അറിയേണ്ട ഇത്രേ ഉള്ളൂ, 126 കോടി രൂപ ഭും ഭും എന്ന് പറഞ്ഞത് എവിടെ? അതാണ് ചോദ്യം. അത് മൗദൂദികളോടും പ്രിയപ്പെട്ട അജിംസിനോടും നിഷാദ് റാവുത്തറോടും അതുപോലെ അവരുടെ തലതൊട്ടപ്പനായിട്ടുള്ള സീദ് ആബീദിനോടും പിന്നെ ഇവരുടെ എതിരാളികളായിട്ടുള്ള മറുനാടൻ ഷാജനോടും എനിക്ക് വളരെ വിനയത്തോട് ചോദിക്കാനുള്ളത്, ആരുടെ പണം ആര് തട്ടി എന്ന് മാത്രമാണ്. 1 രൂപ, 100 രൂപ പോലും വേണ്ട, 1 രൂപ